ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തെ മാറ്റിമറിച്ച് 1992 ഓഹരി വിപണി തട്ടിപ്പ്. 5000 കോടിയിലധികം രൂപയുടെ ഈ അഴിമതി നടന്നത് എങ്ങനെയാണ് നോക്കാം. ബാങ്കുകൾ തമ്മിൽ പണം കടം വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന ബാങ്ക് രസീതുകളിലെ പഴുതുകളാണ് ഈ തട്ടിപ്പിന് വഴിയൊരുക്കിയത്. ബാങ്കുകളിൽ നിന്ന് സർക്കാർ ബോണ്ടുകൾ വാങ്ങാനെന്ന പേരിൽ എടുത്ത പണം നിയമവിരുദ്ധമായി ഓഹരി വിപണിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. വൻതോതിൽ പണം എത്തിയതോടെ ചില പ്രത്യേക ഓഹരികളുടെ വില കൃത്രിമമായി ഉയർത്തപ്പെട്ടു. ഇത് കണ്ട് സാധാരണ നിക്ഷേപകരും വിപണിയിലേക്ക് ഒഴുകി. പണം കണ്ടെത്താനായി ചില ബാങ്കുകളുടെ സഹായത്തോടെ വ്യാജ ബാങ്ക് രസീതുകൾ നിർമ്മിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അത്തരമൊരു ഈട് ബാങ്കുകളിൽ ഉണ്ടായിരുന്നില്ല. ബാങ്ക് അക്കൗണ്ടുകളിലെ പൊരുത്തക്കേടുകൾ ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ടെത്തിയതോടെയാണ് ഈ വൻ തട്ടിപ്പിന്റെ ചുരുളഴിയാൻ തുടങ്ങിയത്. തട്ടിപ്പ് പുറത്തായതോടെ ഓഹരി വിപണി തകർന്നു വീണു. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ സമ്പാദ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. പല ബാങ്കുകളും പ്രതിസന്ധിയിലാവുകയും ചിലത് പൂട്ടേണ്ടി വരികയും ചെയ്തു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ വിശ്വാസ്യത ഈ തട്ടിപ്പോടെ ചോദ്യം ചെയ്യപ്പെട്ടു. ഈ തട്ടിപ്പിന് ശേഷമാണ് ഓഹരി വിപണിയെ നിയന്ത്രിക്കാൻ സെബി എന്ന സ്ഥാപനത്തിന് കൂടുതൽ അധികാരങ്ങൾ സർക്കാർ നൽകിയത്. അമിത ലാഭത്തിന് പിന്നാലെ പോകുന്നത് അപകടമാണെന്ന് ഈ തട്ടിപ്പ് നമ്മെ പഠിപ്പിച്ചു. സാമ്പത്തിക അറിവോടെ മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. നന്ദി.